നമ്മൾ മലബാറുകാരുടെ കരിയത്തുംപാറയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഒരു മിനി സ്വിറ്റ്സർലാൻഡാണ് കേട്ടോ ശരിക്കും കരിയത്തുംപാറ. അങ്ങനെയാണ് എല്ലാവരും അതിനെ പറയാറ്. നമ്മൾ താമരശ്ശേരി തൊട്ടടുത്താണ് ഈ സ്ഥലം കേട്ടോ. കോഴിക്കോട് നിന്ന് പോകാനും എളുപ്പമാണ്, നമ്മൾ മലപ്പുറം മഞ്ചേരി എന്നൊക്കെ പോകാനും വളരെ എളുപ്പമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മുക്കമൊക്കെ കഴിഞ്ഞ് താമരശ്ശേരി എത്താനായി, കരിയത്തുംപാറ എത്താനാകുമ്പോൾ നമുക്കിങ്ങനെ സൈഡിൽ ഫുള്ള് ഭയങ്കര വ്യൂ പോയിൻ്റാണ്. നമ്മൾ മൂന്നാറും ഊട്ടിയിലൊക്കെ പോയാലുണ്ടാവില്ലേ, അതുപോലത്തെ വ്യൂ ആണ് കേട്ടോ. അങ്ങനെ അടുക്കടുക്കായി മലനിരകളാണ്. അതിൻ്റെ മുകളിൽ ഫുള്ള് മഞ്ഞും ഫോഗൊക്കെ ഇറങ്ങിയിട്ട് ഭയങ്കര അപാര വ്യൂ ആയിരുന്നു കേട്ടോ ഞങ്ങൾ പോയ ഈ ഡേ. അതിൻ്റെ താഴെ കൂടി ഇങ്ങനെ നല്ലൊരു പുഴയൊക്കെ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. പിന്നെ ഭയങ്കര കിടിലൻ വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് നമുക്ക് പോവാം. റോഡൊക്കെ ചില സൈഡുകളിലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഇടിഞ്ഞിട്ടുണ്ട് ഈ മഴയൊക്കെ കാരണം. അതുകൊണ്ട് സൂക്ഷിച്ച് കണ്ടൊക്കെ പോകണം. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. കുറേ ചെറിയ ഹോട്ടലുകളും ചായക്കടകളും ഒക്കെ ഉണ്ട്. അപ്പോൾ മഴയൊക്കെ ഒന്ന് ഒതുങ്ങാൻ വേണ്ടി ഞങ്ങൾ കയറി കുറച്ച് ചായയൊക്കെ കുടിച്ച് അവിടെ ഇരുന്നു കേട്ടോ. എന്നിട്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറി. 20 രൂപയാണ് കേട്ടോ എൻട്രി ഫീ. 10 വയസ്സിൻ്റെ മുകളിലുള്ള എല്ലാവർക്കും എൻട്രി ഫീ എടുക്കണം. അങ്ങനെ ചെറിയൊരു ടിക്കറ്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെ രണ്ട് സൈഡിലും ഫുള്ള് ഇങ്ങനെ പച്ച നിരപ്പ് ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. അതുകൊണ്ടായിരിക്കും ഇതിന് സ്വിറ്റ്സർലാൻഡ്, മിനി സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ പേര് വന്നത്. ഒരു മരമൊക്കെ ഇങ്ങനെ ഒടിഞ്ഞ് കിടക്കേണ്ട, അതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ എല്ലാവരും വിശ്രമിക്കാനും ഇരിക്കേണ്ട, ഫോട്ടോസൊക്കെ എടുക്കാനും നല്ല ഒരു ഫോട്ടോ പോയിൻറ്റുമാണ്. രണ്ട് സൈഡിലും ഫുള്ള് നല്ല പച്ച പുല്ല് ഇങ്ങനെ നിരപ്പായിട്ട്, നടുക്ക് ഇങ്ങനെ കുറേ ഉരുളങ്കല്ലൊക്കെ ഉള്ള പുഴ. അതിൻ്റെ രണ്ട് സൈഡിലും കുറേ മരങ്ങളും മലകളും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഫുൾ ഓഫ് നേച്ചറാണ് കേട്ടോ. അങ്ങനെ പ്രകൃതി ഭംഗി ഇങ്ങനെ ഫുള്ളി ഇങ്ങനെ കവിഞ്ഞ് നിൽക്കുന്ന ഒരു സ്ഥലം. കുട്ടികളൊക്കെ ഫുള്ള് കുളിക്കാനുള്ള സെറ്റപ്പൊക്കെ ആയിട്ടാണ് വന്നേക്കണേ. എല്ലാവരും ഇങ്ങനെ കുളിക്കുകയാണ്. കുട്ടികൾ മാത്രമല്ല, കുറേ വലിയവരും ഉണ്ട്. തോർത്തും ടവലും സ്വിമ്മിങ് ഡ്രസ്സും ഒക്കെ എടുത്തിട്ടാണ് ആൾക്കാർ വന്നിക്കണേ. അങ്ങനെ എല്ലാവരും ഇങ്ങനെ കുളിച്ച് തിമിർക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ചെറിയ മഴയൊക്കെ ഇങ്ങനെ പെയ്യാൻ തുടങ്ങി. എന്നാലും ആൾക്കാർ മഴയൊക്കെ എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ കുളിക്കുന്നുണ്ട് കേട്ടോ. ബാക്കിലെ വ്യൂ കണ്ടില്ല, എന്ത് രസമാണെന്നറിയോ കാണാൻ. രണ്ട് സൈഡിലും ചുറ്റും നോക്കുകയാണെങ്കിൽ നമുക്ക് ഫുള്ള് മലയാണ്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ കംപ്ലീറ്റ് ഈ സൺസെറ്റൊക്കെ ഇങ്ങനെ ആവാൻ നേരമാകുമ്പോഴേക്ക് ഫുള്ള് ഇങ്ങനെ റെഡിഷായിട്ട് ആകാശവും വരുന്നുണ്ട്. അങ്ങനെ ഭയങ്കര ഭംഗിയുള്ളൊരു വ്യൂ ആണ് കേട്ടോ. അടിപൊളി വ്യൂവും കണ്ടുകൊണ്ട് കുളിക്കാനേ ഒരു ഒഴിഞ്ഞൊരു ദിവസം പോയാൽ മതി. ആകെ ഒരു 1.5-1.25 മണിക്കൂറൊക്കെ നമുക്ക് മഞ്ചേരിയിൽ നിന്നൊക്കെ എടുക്കുകയുള്ളൂ. ഏകദേശം അത്ര തന്നെ സമയമായിരിക്കും മലപ്പുറത്തുനിന്നും. കോഴിക്കോട്ടു നിന്നും ഒരു 1 മണിക്കൂർ കൊണ്ടോ 3/4 മണിക്കൂർ കൊണ്ടൊക്കെ എത്താൻ പറ്റിയൊരു സ്ഥലമാണ്. ചെറിയൊരു ചിലവിൽ തന്നെ. ഐസ്ക്രീം ഷോപ്സ് അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാവരും ഈ തണുപ്പത്തെ മഴയൊക്കെ കൊണ്ട് ഐസ്ക്രീമൊക്കെ എൻജോയ് ചെയ്തുകൊണ്ട് കരിയത്തുംപാറ കുറച്ച് നേരം നിന്നു കേട്ടോ. അങ്ങനെ അവിടെ ഇഷ്ടംപോലെ ഓടിക്കളിക്കാനും ഇരുന്ന് വർത്താനം പറയാനും ഒക്കെ പറ്റിയ സ്ഥലമുണ്ട്. അതുപോലെ ആ പുഴയിൽ കുളിക്കേണ്ടവർക്കൊക്കെ കുളിക്കാം. പിന്നെ ഇങ്ങനെ കുറേ ചെറിയ കൈവരികൾ പോലെ ആ പുഴയ്ക്കുണ്ട് കേട്ടോ. അതൊക്കെ ക്രോസ് ചെയ്ത് നമുക്ക് പോവാം. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും സാധാരണ ഇങ്ങനെ തോടും പുഴയൊന്നും മുറിച്ച് കിടന്നൊന്നും ശീലമില്ലല്ലോ. അങ്ങനെ അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ആ ചെറിയ ഈ വഴികളിലൂടെയൊക്കെ നമുക്ക് ക്രോസ് ചെയ്ത് അപ്പുറത്തെ ലോണിലേക്ക് എത്താം. ആ ലോണ് പോലെയുള്ള ആ പച്ചപ്പിലേക്ക് എത്താം. അങ്ങനെ കുറേ സ്ഥലം ഇങ്ങനെ പരന്ന് കിടക്കാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. ജസ്റ്റ് ഒരു 1 ഡേ ട്രിപ്പ്, ഒരു ആഫ്റ്റർനൂൺ ഉച്ചയ്ക്ക് ശേഷം പോയാലും മതി. ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒന്ന് പോയി ഒരു 2-3 മണിക്കൂർ അവിടെ ഒന്ന് കറങ്ങി നിൽക്കാനുള്ളതേ ഉള്ളൂ. കാണാൻ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. അടുത്തായതുകൊണ്ട് തന്നെ ചെറിയൊരു ടിക്കറ്റിലും ചെറിയൊരു കോസ്റ്റ് തന്നെ നമുക്ക് പോവാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി തിരിച്ചു പോണ വഴി കുറച്ച് ലേസും ചിപ്സും ഒക്കെ വാങ്ങി അങ്ങനെ ട്രിപ്പ് കഴിഞ്ഞ് എൻജോയ് ചെയ്ത് പോയി.